ഇന്ന് ഇന്ത്യയിലെ എല്ലാ മികച്ച യൂണിവേഴ്സിറ്റികളിലും അതിൽ തന്നെ NIT, ISCR, IIT, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ, ഇഗ്നോ, മറ്റു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉൾപ്പെടെയുള്ള സർവകലാശാലകളിൽ എല്ലാം എൻലണിലെ സ്റ്റുഡൻസിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കഴിഞ്ഞ വർഷം മാത്രം 800ഓളം കുട്ടികളാണ് എൻലണിൽ നിന്നും പഠിച്ചിറങ്ങിയത്. ഇതിൽ 600-ലധികം സ്റ്റുഡൻസും വെൽ പ്ലേസ്ഡ് ആയി എന്ന് മാത്രമല്ല, ഇന്ത്യയിൽ തന്നെ ഉള്ള പ്രശസ്ത യൂണിവേഴ്സിറ്റികളിലെ റാങ്ക് ഹോൾഡേഴ്സും ഗോൾഡ് മെഡലിസ്റ്റുകളും ഒക്കെ ആണ് എന്നത് എൻലൺ അക്കാഡമിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൗഡ് അച്ചീവ്മെന്റ് തന്നെയാണ്. ഇന്ന് എൻലൺ അക്കാഡമി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വളരെ ഹെൽപ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള ഒരു CUET PG ഓറിയന്റേഷൻ സെഷനും കൊണ്ടാണ്. അപ്പൊ നിങ്ങളിൽ പലരും 2026-ലെ CUET PG ഹിസ്റ്ററി എക്സാം ഉയർന്ന റാങ്കോടെ ക്രാക്ക് ചെയ്യുന്നത് സ്വപ്നം കാണുന്നവരായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഈ ജേണി ഒന്നും കൂടെ എളുപ്പമാക്കാൻ ഒരു അടിപൊളി CUET PG കോഴ്സും എൻലൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹിസ്റ്ററിയുടെ ഡീറ്റെയിൽഡ് ക്ലാസ്സസിന് പുറമെ മോക്ക് ടെസ്റ്റസ്, പ്രാക്ടീസ് ടെസ്റ്റ്, മോഡൽ എക്സാം എന്നിങ്ങനെ നിരവധി കോമ്പണൻസ് ഉള്ള ഒരു ക്രാഷ് കോഴ്സാണ് എൻലൺ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് മുന്നോടിയായി ഒരു CUET PG ഹിസ്റ്ററി ഓറിയന്റേഷൻ സെഷനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ നടത്തുവാനായി നമ്മൾ തന്നെ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. അതെ, മറ്റാരുമല്ല, നമ്മുടെ പ്രിയപ്പെട്ട ഷഹീൽ സാറാണ് ഈ സെഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഷഹീൽ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം MA ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും, അത് മാത്രമല്ല UGC നെറ്റ് JRF റാങ്ക് ഹോൾഡറും കൂടിയാണ്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ PhD സ്കോളറായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അധികം വൈകിക്കാതെ നമ്മുടെ സെഷനിലേക്ക് കടക്കാം. അതിനുവേണ്ടി ഷഹീൽ സാറിനെ ഹൃദ്യമായി ക്ഷണിക്കുന്നു. താങ്ക് യു ഫിദ. എൻ്റെ വോയിസും PPT-യും ക്ലിയർ അല്ലേ? രണ്ടും ആളുകൾക്ക് വിസിബിൾ അല്ലേ? യെസ് യെസ്, ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ ഫിദക്ക് വലിയൊരു നന്ദി പറയാണ്. ഒരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നു. ഫിദ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് മുഹമ്മദ് ഷഹീൽ എന്നാണ്. ഞാൻ എൻ്റെ MAയും BM എല്ലാം ഹിസ്റ്ററിയിൽ തന്നെ ആയിരുന്നു. നെറ്റും JRF-ഉം എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കറൻ്റ്ലി ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിൽ ഒരു PhD സ്കോളറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് എൻ്റെ കുറിച്ചിട്ടുള്ളൊരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു ക്ലാസ് എന്നതിലുപരി നമുക്കിതൊരു 2-വേ കമ്മ്യൂണിക്കേഷൻ ആയിട്ട് കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനിഷ്യലി എന്താണ് CUT, എന്താണ് CUT കൊണ്ടുള്ള നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, ഹിസ്റ്ററിയുടെ ഒരു ചെറിയൊരു ബ്രീഫായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, ഏതൊക്കെ ബുക്സ് ആണ് നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത്, ഏതൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഹിസ്റ്ററി നല്ല കോഴ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന ബ്രീഫായിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സെഷൻ ഒരു 30 to 40 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാം. അതിനുശേഷം നമുക്ക് ക്വയറികളിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ഇതാണ് ബ്രീഫായിട്ട് ഒരു പ്ലാൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നൂടെ? ഓക്കെ, യാ. സോ ഇതിൽ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും CUT PG ആണോ UG ആണോ നോക്കുന്നത്? ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ PGയുടെ ഓറിയന്റേഷൻ ആണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഐ മീൻ UGക്ക് വേണ്ടിയിട്ട് ഇതിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യുക. ഓക്കെ, ദിസ് സെഷൻ ഈസ് എക്സ്ക്ലൂസീവ്ലി ഫോർ PG പീപ്പിൾ. ഇത് കംപ്ലീറ്റ്ലി ഒരു PG, അതിന്റെ സിലബസും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുള്ളത് PG ലെവലിലാണ്. UGക്കാരും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കമന്റ് എന്തെങ്കിലും ഇടാം ചാറ്റ് ബോക്സിൽ. ഇത് എക്സ്ക്ലൂസീവ്ലി ഫോർ PG പീപ്പിൾ ആണ്. ഓക്കെ, യാ. പിന്നെ എല്ലാവരും മലയാളത്തിൽ കംഫർട്ടബിൾ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ മീൻ അതർ സ്റ്റേറ്റിൽ നിന്നൊന്നും ആരും ഇല്ലല്ലോ. ഈ ലിങ്ക് ഒരുപാട് പേരിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ വേറെ സ്റ്റേറ്റിൽ നിന്നോ അതല്ലെങ്കിൽ മലയാളം അറിയാത്ത ആളുകൾ ആരും ഇതിലില്ലല്ലോ. അതും കൂടി ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യണേ. യെസ്, ഓക്കെ. അപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ യെസ്, ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. ഇതിൽ പല ആളുകൾക്കും എന്താണ് CUT അറിയാത്ത ആളുകൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടി ജസ്റ്റ് നമുക്ക് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്താണ് CUT എന്നുള്ളതാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത്. ഓക്കെ, CUTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഒരു കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. ഓക്കെ, ഇത് നമ്മുടെ നാഷണൽ ലെവലിൽ നടക്കുന്ന ഒരു എക്സാം ആണ്. ഇത് നടത്തുന്ന ആളുകൾ എന്ന് പറയുന്നത് NTA, അതല്ലെങ്കിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഓക്കെ,
സോ ബേസിക്കലി നമ്മുടെ ഈ നാഷണൽ ലെവലിൽ അതല്ലെങ്കിൽ ഇന്ത്യ ലെവലിലുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അതല്ലെങ്കിൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് പിന്നെ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാത്തിലേക്കും കൂടി ഒരു ഒറ്റ എക്സാം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി 2022 സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. നോർമലി 2 ലെവലിലാണ് ഇവർ നടത്തുന്നത്. CUT UGയും CUT PGയും ഉണ്ട്. ഓക്കെ, ഡിഗ്രി +2 കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് CUT UG എഴുതാം. ഓക്കെ, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും UG കഴിഞ്ഞ ആളുകളാണ് അല്ലെങ്കിൽ UG ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. സോ നിങ്ങൾ എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് CUT PG ആണ്. ഓക്കെ, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ. അതാണ് നിങ്ങൾ എല്ലാവരും എഴുതേണ്ടതായിട്ടുള്ള എക്സാം. ഓക്കെ, നാഷണൽ ലെവലിലുള്ള ഒരുവിധം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കും ഒരു സിംഗിൾ സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് നടത്തുക എന്നുള്ളതാണ് ഈ CUT കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ബേസിക് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ സമയത്ത് 2021 PGക്ക് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് CUT ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. 2022 CUT ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ JNU എക്സാം എഴുതി, ഈ ഹൈദരാബാദിന്റെ എക്സാം എഴുതി, പോണ്ടിച്ചേരിയുടെ എക്സാം എഴുതി, അങ്ങനെ ഓരോ ജാമ്യ മിലിയുടെ എക്സാം എഴുതി. അങ്ങനെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും നമ്മൾ സെപ്പറേറ്റ് അപ്ലൈ ചെയ്യണം. പിന്നെ ഓരോ യൂണിവേഴ്സിറ്റികളുടെ എക്സാമും സെപ്പറേറ്റ് പോയിട്ട് എഴുതിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പൊ ആ ഒരു പ്രതിസന്ധി, അപ്പൊ പല എക്സാമുകളും ചിലപ്പം ഓവർലാപ്പ് ചെയ്യാം. ഞങ്ങളുടെ സമയത്ത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെയും പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെയും എക്സാം സെയിം ഡേറ്റിൽ നടന്നു. പല കുട്ടികൾക്കും അത് എഴുതാൻ പറ്റില്ല, 2 എക്സാമും എഴുതാൻ പറ്റാത്തൊരവസ്ഥ വന്നിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ അൺസർട്ടനിറ്റീസ് ഒക്കെ ഒഴിവാക്കുക, എല്ലായിടത്തും കൂടിയും എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും കൂടിയും ഒരു ഒറ്റ കോമൺ ടെസ്റ്റ് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടുമാണ് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അതല്ലെങ്കിൽ CUT 2022 നടപ്പിലാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ CUT എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. ഓക്കെ, നിങ്ങളിൽ പല പേരും ആരെങ്കിലും ഒക്കെ അറ്റ്ലീസ്റ്റ് ഒരു 1-2 പേരെങ്കിലും നമ്മുടെ OMR എക്സാമുകൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ ഡിസ്റ്റൻസ് ആയി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് എക്സാമിന് ശേഷം നിങ്ങൾക്ക് ഒരു ഷീറ്റ് തരും. OMR കുറച്ച് റൗണ്ട് വട്ടത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ തരാറുണ്ട്. അതല്ലെങ്കിൽ PSC എക്സാമുകൾക്കൊക്കെ പോകുമ്പോൾ ഇപ്പോഴും OMR എക്സാമുകളാണ് അല്ലേ? നമുക്ക് ചോദ്യം തരും, അതുപോലെ വേറൊരു ഷീറ്റ് തരും. ഈ ചോദ്യം നോക്കിയിട്ട് അതിന്റെ ആൻസർ എന്ത് ചെയ്യണം, ഈ ഷീറ്റിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. നമ്മൾ കൃത്യമായിട്ട് ബബിൾ ചെയ്യാതെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയി പോവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് CUT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ഓക്കെ, CBT എന്നാണ് നമ്മൾ പറയുക. കംപ്ലീറ്റ്ലി ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. നിങ്ങൾ ഒരു കമ്പ്യൂട്ടറിന് മുന്നിലേക്ക് പോകുന്നു, നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ അവർ അസൈൻ ചെയ്യുന്നു, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം എഴുതുക. ഓക്കെ, അതാണ് ഈ CUTയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 40ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, 39-ൽ-അധികം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളും, പിന്നെ ഒരു 150+ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും, 28+ ഡീംഡ് യൂണിവേഴ്സിറ്റികൾക്കും എല്ലാത്തിലും കൂടി ഒരു 200-ൽ-അധികം വരുന്ന യൂണിവേഴ്സിറ്റികളിലേക്കാണ് ഈ ഒരൊറ്റ എക്സാമോട് കൂടി നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾക്കാണ്. ഇപ്പോൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റി ആണെങ്കിലും കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ് അവിടുത്തെ പഠനം. അപ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കാണ്. ഏകദേശം 40ഓളം വരുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ഈ CUTന്റെ അണ്ടറിലാണ് നമ്മൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ബേസിക്കലി എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ PGയുടെ എക്സാം ആയത്, CUT PGയുടെ ഓറിയന്റേഷൻ ആയത് കാരണം PGയുടെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയാം. ബേസിക്കലി ഒരു ബാച്ചിലർ ഡിഗ്രി, നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതായത് +2 കഴിഞ്ഞ് നിങ്ങളൊരു 3-4 വർഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ചിലർ ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CUT എഴുതാൻ വേണ്ടി ക്വാളിഫൈഡ് ആണ്. ഓക്കെ, നോർമലി ജനറൽ കാറ്റഗറി, ഇപ്പോൾ കാറ്റഗറികളുണ്ട് അല്ലെ, ജനറൽ കാറ്റഗറി, OBC കാറ്റഗറി, EWC, SC ST എന്ന കാറ്റഗറികളുണ്ട്. നോർമലി ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് അല്ല, ഈ ഒരു ക്വാളിഫിക്കേഷൻ റേഞ്ച് വരുന്നത് ഒരു 50 to 55. അതായത് നിങ്ങൾ ഡിഗ്രിക്ക് ഒരു 50 to 55% ഓഫ് മാർക്ക് കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ റിസർവ്ഡ് കാറ്റഗറിക്ക് ആണെങ്കിൽ 45 to 50 ആ ലെവലിലാണ് നോർമലി വരാറ്. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു 50% മുകളിൽ നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാവണം എന്നാണ് ഈ CUT PGയുടെ ഒരു റൂള്. ഓക്കെ, ഈ CUT PG പ്രത്യേകിച്ച് ഒരു അപ്പർ ഏജ് ലിമിറ്റ് അവർ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇതുവരെയും ഒരു ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പോൾ ഇപ്പൊ JRF നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നമ്മൾ MA കഴിഞ്ഞു, നെറ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിൽ അല്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു അപ്പർ ഏജ് ലിമിറ്റ് ഇല്ല. നിങ്ങളൊരു 50-55 വയസ്സായി കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റും. പക്ഷെ JRF എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവർ JRF നൽകത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ CUT PGയിൽ ഇന്നേ വരെ അവർ ഏജ് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ,
ഇനി ഇവിടെ ഒരു ക്ലോസ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ഇവിടെ CUT PG എഴുതിയാൽ പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഇല്ല എന്ന് പറയുകയാണെങ്കിൽ കൂടി നമ്മൾ CUT എക്സാം എഴുതിയിട്ട് നമുക്കൊരു സ്കോർ കിട്ടും. ആ സ്കോർ വെച്ചിട്ട് ഓരോ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പ്രത്യേകം അപ്ലൈ ചെയ്യണം. അപ്പൊ ചില യൂണിവേഴ്സിറ്റികൾ എന്ത് പറയും, ഇത്ര വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഈ കോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ക്ലോസ് വെക്കും. ഓക്കെ, അപ്പൊ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ഇത് ബാധകമല്ല. CUT PG എഴുതാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏജ് ലിമിറ്റ് ഒന്നുമില്ല, ഏത് വയസ്സുള്ള ആളുകൾക്കും എഴുതാം. നിങ്ങൾ 45-50 വയസ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിലും നിങ്ങൾക്ക് എഴുതാം. പക്ഷെ ചില യൂണിവേഴ്സിറ്റികൾ എന്ത് ചെയ്യും, പ്രത്യേകം അവരുടെ ക്വാളിഫിക്കേഷൻ അവരുടെ വെബ്സൈറ്റിൽ കൊടുക്കും. അപ്പൊ അത് നോക്കിയിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ. ഓക്കെ, പിന്നെ CUT എക്സാം എഴുതി കഴിഞ്ഞു. അപ്പോൾ പല ആളുകൾക്കുള്ള സംശയമാണ്, എങ്ങനെയാണ് ഇപ്പോൾ ഈ സെപ്പറേറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അപ്ലൈ ചെയ്യുക, എങ്ങനെയാണ് ഇതിന്റെ പരിപാടി എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ CUTയുടെ ഒരു എക്സാം എഴുതുന്നു, അതിൽ നിങ്ങൾക്കൊരു സ്കോർ കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ആ സ്കോർ എന്താണ്, ആ സ്കോർ വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും പ്രത്യേകം അപ്ലൈ ചെയ്യാൻ. ഓക്കെ, ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയാം. ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ CUT എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കോർ കിട്ടും. ആ സ്കോർ വെച്ചിട്ട് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികളിലും അപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ 40ഓളം യൂണിവേഴ്സിറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു, സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ. അപ്പോൾ അതിലെ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റികൾ, കുറച്ചും കൂടി നല്ല ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും. കുറച്ച് ആവറേജ് ലെവലിൽ കിടക്കുന്ന ചില യൂണിവേഴ്സിറ്റികളുടെ കട്ട് ഓഫ് കുറച്ച് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ആ കട്ട് ഓഫ് അനുസരിച്ച് വേണം നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അപ്ലൈ ചെയ്യാൻ. ഓക്കെ, എന്താണ് ഇതുകൊണ്ടുള്ള ഒരു ബെനഫിറ്റ്സ്? ഇപ്പൊ CUT PG എഴുതി നമ്മൾ ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാലുള്ള ഒരു ബെനഫിറ്റ്സ് എന്താണെന്നൊക്കെ പ്രധാനമായിട്ടും ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി എക്സ്പോഷർ ഒരുപാട് കിട്ടിയ വ്യക്തിയാണ്. ഞാൻ എൻ്റെ ഡിഗ്രി നാട്ടിലായിരുന്നു, നമ്മളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ കാലിക്കറ്റിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ PGക്ക് പോയത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്, UH. PGക്ക് ശേഷം ഞാൻ BEd എടുത്തത് പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ BEഡിന് ശേഷം ഞാനിപ്പോൾ PhD ചെയ്യുന്നത് കർണാടക സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പോൾ ഏകദേശം ഒരു 3 സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എക്സ്പോഷർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് ആണ്. ഓക്കെ, പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെയും ഫീസ് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അതായത് ഒരുപാട് കൂടുതലല്ല, വളരെ മിനിമം ലെവലിൽ ഫീസിലാണ് ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത്. പറഞ്ഞ പോലെ തന്നെ ഇതൊരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്, സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇതിന്റെ ഓണർഷിപ്പും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും, ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് ഈ പ്രവർത്തനം നടക്കുന്നത്. കംപ്ലീറ്റ്ലി വെൽഫെയർ എന്നൊന്നും പറയാൻ പറ്റില്ലെങ്കിൽ കൂടി ഒരു 70% മോർ ദാൻ എന്താണ് കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട്, അല്ല ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് യൂണിവേഴ്സിറ്റികൾ നടത്തുന്നത്. അപ്പോൾ അപാരമായിട്ടുള്ള ഫീസ് സ്ട്രക്ചർ പൊതുവേ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഞങ്ങൾക്ക് ഒരു സെമസ്റ്ററിന് ആകെ വന്നിരുന്ന പൈസ ആ സമയത്ത് 5000 രൂപയായിരുന്നു. അതേസമയം 5000 അല്ല, ഒരു ഇയറിൽ വന്നിരുന്ന പൈസ ആണ് 5000 രൂപ. ഓക്കെ, ഒരു ഏകദേശം ഒരു 15000 രൂപ കൊണ്ട് എൻ്റെ കംപ്ലീറ്റ് ഫീസ് എനിക്ക് അവിടെ അടക്കാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഒരു UG അല്ലെങ്കിൽ PG ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര രൂപ നിങ്ങൾക്ക് ചിലവാകും? നിങ്ങളൊക്കെ UG കഴിഞ്ഞ ആളുകളാണല്ലോ. അറ്റ്ലീസ്റ്റ് ഒരു 60-70 ആ ഒരു റേഞ്ചിൽ എല്ലാവർക്കും ചിലവുണ്ടാവും. ഗവൺമെന്റ് ഈ കോളേജുകളുടെ അവസ്ഥ വേറെയാണ്. അതല്ലെങ്കിൽ തന്നെ നോർമൽ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ സെൽഫ് ഫിനാൻസിലോ അല്ലെങ്കിൽ എയ്ഡഡിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു 50-60 ആ റേഞ്ചിൽ നമുക്ക് എന്തായാലും ചിലവുണ്ടാവും. ഓക്കെ, പിന്നെ ഇവിടെ വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഹോസ്റ്റൽ അഡ്മിഷൻ ഫ്രീ ആയിരിക്കും. പക്ഷെ ഫുഡിന്റെ പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. ഓക്കെ, അത് ഓരോ യൂണിവേഴ്സിറ്റികൾ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷനും നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഒക്കെ ഫീസ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സിമിലർ ആണ്, അതല്ലെങ്കിൽ അതിനേക്കാൾ കുറവായിരിക്കും കിട്ടുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമതൊരു പോയിന്റ് ഇവിടെ പറയേണ്ടത് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആണ്. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പല ആളുകളിലും ഞാൻ കണ്ടിട്ടുള്ളത് നന്നായിട്ട് സംസാരിക്കും, നന്നായിട്ട് എഴുതാൻ കഴിയും, എല്ലാ കാര്യങ്ങളിലും ഓക്കെയാണ്. പക്ഷേ ഈ ലാംഗ്വേജ് കൺവേ ചെയ്യാൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അവർക്ക് പല ബുദ്ധിമുട്ടും വരാറുണ്ട്. പല യൂണിവേഴ്സിറ്റി പല കോളേജുകളിലെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ ഡിഗ്രി അല്ലെങ്കിൽ PG PhD ലെവലിൽ നമ്മുടെ നാട്ടിൽ ചെയ്ത ആളുകൾക്ക് ഈ ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജ് കൈകാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട്. ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോയി കഴിഞ്ഞാൽ ഒന്നാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ ലാംഗ്വേജ് കോമ്പിറ്റൻസി കംപ്ലീറ്റ്ലി മാറും. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നും അറിയാതെ നിങ്ങൾ പോവുകയാണെങ്കിൽ കൂടി അവിടെ ലെക്ചറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലായിരിക്കും. നിങ്ങൾ സംസാരിക്കുന്ന ആളുകൾ ചിലപ്പോൾ മലയാളികൾ തന്നെ ആയിക്കൊള്ളണം എന്നില്ല, വേറെ പല സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികൾ വരും. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് മലയാളത്തിൽ പറയാൻ പറ്റത്തില്ലല്ലോ, അവർക്ക് മലയാളം മനസ്സിലാവില്ല, അവർ പറയുന്ന ഹിന്ദി നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല.
അപ്പോൾ കുറച്ചറിയുന്ന ഇംഗ്ലീഷ് വെച്ചിട്ടായിരിക്കും നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിരിക്കും നിങ്ങൾക്ക് നല്ല എക്സ്പോഷറും കിട്ടും, നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ലാംഗ്വേജിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് കിട്ടും. പേഴ്സണലി എനിക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ളതാണ്. കാരണം ഞാൻ നമ്മുടെ ഡിഗ്രി കഴിഞ്ഞ് നാട്ടിലാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ ഒരു കോളേജിലാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഹൈദരാബാദ് പോകുന്നു. എനിക്കൊന്നും അറിയില്ല, എഴുതാനും വായിക്കാനും ഇംഗ്ലീഷ് അറിയും, പക്ഷെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു. PG കഴിഞ്ഞു, ഏകദേശം 2 വർഷത്തിന് ശേഷം ഹൈദരാബാദിൽ നിന്ന് PG കഴിഞ്ഞു പോരുമ്പോൾ ലാംഗ്വേജിൽ നമുക്കൊരു കാര്യം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അത് മറ്റുള്ള ആളുകളിൽ ഇംഗ്ലീഷിൽ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള ഒരു ഏകദേശം ഒരു കോമ്പിറ്റൻസി എനിക്ക് ഇംഗ്ലീഷ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ കൂടെ ക്ലാസ്മേറ്റ്സിൽ ഏകദേശം ഒരു 48-50 പേരുണ്ടായിരുന്നു. അവർക്ക് എല്ലാവർക്കും ഈ സെയിം അവസ്ഥയാണ്. എല്ലാവരുടെയും ഇംഗ്ലീഷ് നന്നായിട്ട് മാറാൻ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക എക്സ്പോഷർ തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റികളായിരിക്കും നിങ്ങളെ പഠിപ്പിക്കാൻ വരിക. ഓക്കെ, വൺ ഓഫ് ദ ഇപ്പോൾ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ടോപ്പ് ലെവലിലുള്ള റിസർച്ചേഴ്സും ടോപ്പ് ലെവലിലുള്ള ഫാക്കൽറ്റീസുമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വരിക. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇപ്പോൾ നാട്ടിലെ പല കോളേജുകളും അത്രത്തോളം ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളായിരിക്കാം പഠിപ്പിക്കുന്നുണ്ടാവും. അവർ പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണം എന്നില്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചായിരിക്കും. അത്യാവശ്യം നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ്, നല്ല ക്ലാസ്സുകളായിരിക്കും കിട്ടുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓരോ പേഴ്സ്പെക്റ്റീവുകൾ നമുക്ക് അറിയാൻ പറ്റും. ഹിസ്റ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കൂടുതലും ഒരു നമ്പർ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഒരുപാട് ക്രോണോളജിക്കൽ നമ്പേഴ്സും ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നതിലുപരി ഇതിൻ്റെയൊക്കെ ഒരു തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അവർ വളരെ ഭംഗിയായിട്ട് പറയും. ഓക്കെ, ഞങ്ങൾക്ക് ഒരു ഉദാഹരണം പറയുകയാണെ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു, സുജിത് പാറയിൽ. ആളൊരു മലയാളിയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ദിവസം ഒരു ക്ലാസ് എടുത്തു. ഞങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു വിഷ്വൽ ഹിസ്റ്ററി, അദ്ദേഹത്തിന്റെ ഇപ്പൊ നമ്മൾ വിഷ്വൽ ഹിസ്റ്ററി ഒന്നും പലരും കേട്ടിട്ട് തന്നെ ഉണ്ടാവില്ല. എങ്ങനെയാണ് മറ്റുള്ള ആളുകളുടെ ബോഡി, മറ്റുള്ളവരുടെ പെരുമാറ്റം വെച്ചിട്ട് ഹിസ്റ്ററി ഉണ്ടാക്കുക, അല്ലെങ്കിൽ വിഷ്വലി ഈ ഫോട്ടോഗ്രാഫിൽ നിന്ന് എങ്ങനെ നമുക്ക് ഹിസ്റ്ററി ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെക്ചർ അദ്ദേഹം തരുന്നു. അപ്പോൾ അതിൽ അദ്ദേഹം നമ്മുടെ കലാഭവൻ മണിയുടെ ബോഡിയെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹം അതിലെന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അത്തരത്തിലുള്ള എക്സ്പോഷറുകളൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തു പോയിട്ട് പഠിക്കണം. ഓക്കെ, പിന്നെ നാലാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല ഫണ്ടിങ്ങൾ. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ആകുമ്പോൾ പല യൂണിവേഴ്സിറ്റികളും IOIകളാണ്. IOI എന്ന് പറയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എമിനൻസ് സ്റ്റാറ്റസ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ വർഷവും അവർക്കൊരു 100 കോടിയൊക്കെ ഗവൺമെന്റ് കൊടുക്കും. ഈ 100 കോടി അവർ ആ ഒരു വർഷം ചെലവഴിച്ചില്ലെങ്കിൽ ആ ഫണ്ടൊക്കെ ലാപ്സ് ആയി പോകും. ആ ഫണ്ട് പിന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഫണ്ടുകളൊക്കെ ഇവർ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് പല ആളുകളും നമ്മുടെ റിസർച്ചിനും നമുക്ക് എവിടെയെങ്കിലും ഒരു കോൺഫറൻസ് പേപ്പർ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണെങ്കിൽ അതിന്റെ പൈസ തരും. നമുക്ക് സ്കോളർഷിപ്പുകളായിട്ട് ഒരുപാട് രീതിയിൽ തരും. ഈ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി നമുക്ക് എല്ലാ വർഷവും ഒരു 10,000 രൂപ അവർ സ്കോളർഷിപ്പ് ആയിട്ട് ഇങ്ങോട്ട് തരായിരുന്നു. അതിന് പുറമെ നമുക്ക് കേരള സർക്കാരിന്റെ സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യാം, അതുപോലെ സെൻട്രൽ സെക്ടർ സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ പല സ്കോളർഷിപ്പുകൾ അപ്ലൈ ചെയ്യാം. അതിന്റെ പുറമെ യൂണിവേഴ്സിറ്റി സ്പെസിഫൈ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു സ്കോളർഷിപ്പുകളൊക്കെ പല യൂണിവേഴ്സിറ്റികളും തരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഫീസ് ഒക്കെ ചിലപ്പോൾ ഈ ഒരു സ്കോളർഷിപ്പിൽ നിന്ന് നമുക്ക് അടച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഫീസ് തരും. ഓക്കെ, പിന്നെ ഒരു ഉപകാരം എന്ന് പറയുന്നത് ഡൈവേഴ്സ് സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ ഇന്ത്യയിലെ എല്ലാ ഭാഗത്തു നിന്നുള്ള ഒരു മിനി ഇന്ത്യ ആയിരിക്കും നിങ്ങളുടെ ക്ലാസ്. പല ഭാഗത്തു നിന്നുള്ള സ്റ്റുഡൻസും നിങ്ങളെ ക്ലാസ്സിൽ ഉണ്ടാവും. ജമ്മു കാശ്മീരിൽ നിന്നും, അതുപോലെ തന്നെ ഹൈദരാബാദിൽ നിന്ന്, ആസാമിൽ നിന്ന്, അതുപോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വരും. അതുപോലെ തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക, അങ്ങനെ ഓൾ ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരിക്കും നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ്. സ്വാഭാവികമായിട്ട് അവരുടെ കൾച്ചറുകളും അവരുമായിട്ട് പേഴ്സണൽ കണക്ഷൻ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇന്ത്യയിൽ എവിടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടാവും അല്ലെ, അവരോട് സംസാരിക്കാനും അവരുടെ വീട്ടിൽ പോയി നിൽക്കാനും അവരുടെ കൾച്ചറുകളൊക്കെ പഠിക്കാനൊക്കെ ഉള്ള സാധ്യതകൾ നിങ്ങൾക്ക് ഒരുപാട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ ഒരു പോയിന്റ് പറയുന്നത് ഗുഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ആണ്. നമ്മുടെ നാട്ടിൽ ഏത് കോളേജാണ് 24/7 ലൈബ്രറി, അതുപോലെ AC ക്ലാസ് റൂമുകൾ, AC ലൈബ്രറി, AC റീഡിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉള്ളത്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ജിമ്മ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പല കോളേജുകളിലും വളരെ പരിമിതമാണ് അല്ലെ. എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും, ഒരുവിധം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അറ്റ്ലീസ്റ്റ് റീഡിംഗ് റൂമുകൾ, ലൈബ്രറികൾ, ജിമ്മ്, സ്വിമ്മിംഗ് പൂള്, അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചറൽ ബേസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. ഇത് ഞങ്ങളുടെ സ്കോളേഴ്സ് റൂമാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. ഇപ്പോൾ ഈ സ്കോളേഴ്സ് റൂമിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ വൈഫൈ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ AC ഉണ്ട്, ഫാൻ ഉണ്ട്, തിരിയുന്ന കസേര, നമ്മൾ മറ്റേ സിനിമയിൽ പറയില്ലേ തിരിയുന്ന കസേര, അങ്ങനത്തെ എല്ലാവിധ സെറ്റപ്പുകളും നമുക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നല്ല ഇൻഫ്രാസ്ട്രക്ചറും നല്ല എക്സ്പോഷറും നിങ്ങൾക്ക് കിട്ടും. പിന്നെ നേരത്തെ നമ്മളെ ഫിദ മെൻഷൻ ചെയ്ത പോലെ തന്നെ നല്ല പ്ലേസ്മെന്റുകളും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് എന്താണ് പ്ലേസ്മെന്റ് എന്നുള്ളൊരു ചോദ്യം പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ഒരു 3 മാസം ഒരു MNCയിൽ വർക്ക് ചെയ്ത ആളാണ്. അതായത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു. അവിടെ നമ്മുടെ കോളേജിൽ എന്ത് ചെയ്തു, പ്ലേസ്മെന്റ്സിൽ ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ. അപ്പോൾ അവിടേക്ക് ഒരു ചെറിയ MNC വന്നു.
അവരെന്ത് ചെയ്യായിരുന്നു, ഗൂഗിളിലായിരുന്നു, ഡയറക്റ്റ് എംപ്ലോയീസ് അല്ല, അവർ ഔട്ട്സോഴ്സ് ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഒരു എക്സ്പോഷർ കിട്ടി. എൻ്റെ ഫ്രണ്ട്സും ഞങ്ങൾക്കൊക്കെ അല്ല, അവർക്ക് മിനിമം വേണ്ടത് ഒരു PG അല്ലെങ്കിൽ ഒരു ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരായിരുന്നു വേണ്ടത്. ഞങ്ങൾ പോയി ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഞങ്ങൾക്ക് ആ ജോബ് കിട്ടി. ഓക്കെ, അപ്പോൾ ഹൈദരാബാദിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 3 മാസത്തോളം ഒരു MNCയിൽ വർക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പല സ്കൂളുകൾ, ഇപ്പോൾ ടീച്ചിങ് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ പല സ്കൂളുകളും പ്ലേസ്മെന്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓരോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്ക് അപ്രോച്ച് ചെയ്യും. കാരണം അത്യാവശ്യം നല്ല എക്സ്പോഷർ കിട്ടിയ കുട്ടികളാണ്, നല്ല ലാംഗ്വേജ് ഉണ്ടാവാം, അവർക്ക് അത്യാവശ്യം നല്ല നോളേജ് ഉണ്ടാവാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് അവർക്ക് വന്നില്ല വന്നുകൂടായികയില്ല എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ പല സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ പ്ലേസ്മെന്റ് സെല്ലുകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പിന്നെ സ്വാഭാവികമായിട്ടും നല്ല അലുമിനി കണക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ റിക്രൂട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, ആ ഒരു സംഭവം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡൈവേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ കൾച്ചറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പോൾ യെസ്, കൾച്ചറൽ എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ, അവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്പോഷർ കിട്ടാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ്. ഓക്കെ, യെസ്, എൻ്റെ വോയിസും വീഡിയോയും ക്ലിയർ അല്ലേ? യെസ് ജസ്റ്റ് സർ. ഒന്ന് പറയാം. ഓക്കെ, യാ, താങ്ക് യു. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് റെസ്പോൺസ് ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ചോദിച്ചതാ. ഓക്കെ, എനിവേസ്, ഞാൻ പറഞ്ഞു നമ്മുടെ CUT, ഓക്കെ, CUTന്റെ അണ്ടറിലുള്ള പ്രധാനപ്പെട്ട ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ ലിസ്റ്റ് ഔട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്, ഞാൻ എപ്പോഴും പറയും, അത്യാവശ്യം നല്ല CUT സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടതായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒന്നാമത് തന്നെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ JNU എന്ന് എല്ലാവർക്കും അറിയാം, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ് HCU, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി BHU, ജാമിയ മിലിയ ഇസ്ലാമിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള CUTയുടെ അണ്ടറുള്ള ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ. ഓക്കെ, ഇതിൽ തന്നെ ഒരു പറയാനുള്ളത്, ഇപ്പോൾ എല്ലായ്പ്പോഴും നമുക്കിത് ശരിയാവണമെന്നില്ല, എങ്കിലും ഇതുവരെയുള്ള പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഹിസ്റ്ററിക്ക് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് എപ്പോഴും ഒരു CUT എക്സാം എഴുതി കഴിഞ്ഞ് അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് വരാറുള്ളത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിക്കാണ്. നമ്മൾ ഡൽഹിയിലുള്ള JNU എന്ന് കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ JNUവിൽ ഏകദേശം ഒരു 220 മുതൽ 240 ഔട്ട് ഓഫ് 300ലാണ് നമുക്ക് മാർക്ക് വരുന്നത്. ആ 300ൽ ഒരു 220 to 240 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് JNUവിൽ പൊതുവെ ഒരു ഹിസ്റ്ററിക്ക് ഒരു സെക്യൂർ ആയിട്ടുള്ള സീറ്റ് പലപ്പോഴും കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഹയസ്റ്റ് കട്ട് ഓഫ് എപ്പോഴും വരാറുള്ളത് JNUവിനാണ്. പിന്നെ ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചിലർക്ക് ഡൽഹി പോകാൻ താല്പര്യം ഉണ്ടാവില്ല, അപ്പോൾ പൊല്യൂഷനും പിന്നെ കൾച്ചറൽ ആയിട്ടുള്ള പല ഇഷ്യൂസും കാരണം ചിലർക്ക് ഡൽഹി പോകാൻ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹൈദരാബാദോ അല്ലെങ്കിൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ, ഡൽഹി യൂണിവേഴ്സിറ്റി, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ഓക്കെ, ഈ യൂണിവേഴ്സിറ്റികളല്ലാതെ മറ്റുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ് ആസാം യൂണിവേഴ്സിറ്റി, ബാബാ സാഹേബ് ഭീംറാവു അംബേദ്കർ യൂണിവേഴ്സിറ്റി ലക്നൌവിലുള്ള, അതുപോലെ തന്നെ സെൻട്രൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി ഉണ്ട്, സെൻട്രൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ആന്ധ്രാപ്രദേശ് ഉണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഗുജറാത്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹരിയാന, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഹിമാചൽ പ്രദേശ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജമ്മു, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ജാർഖണ്ഡ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് ഒഡീഷ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബ്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് രാജസ്ഥാൻ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് ബീഹാർ, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് തമിഴ്നാടു, ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി അമർഗണ്ഡ്, അതുപോലെ തന്നെ മഹാത്മാഗാന്ധി വിശ്വവിദ്യാലയ വാർധയിലുള്ളത്, അതുപോലെ മഹാത്മാഗാന്ധി സെൻട്രൽ യൂണിവേഴ്സിറ്റി ബീഹാർ, നളന്ദ യൂണിവേഴ്സിറ്റി, നാഷണൽ സംസ്കൃത് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, ഇതൊക്കെ ഇതിന്റെ അണ്ടറിലുള്ള വരുന്നുണ്ട്. ഏകദേശം 40ഓളം യൂണിവേഴ്സിറ്റികൾ ഇതിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഞാൻ പറയുന്നത് എപ്പോഴും നിങ്ങൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ ഒരു പ്രധാനപ്പെട്ട 6 യൂണിവേഴ്സിറ്റികൾക്കാണ്. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ, ഡൽഹി യൂണിവേഴ്സിറ്റി ആൻഡ് പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി. ഓക്കെ, അത് ടോപ്പ് ലെവലിലുള്ള ടോപ്പ് ടയറിലുള്ള കുറച്ച് ഹിസ്റ്ററിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള നല്ല ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഉള്ള യൂണിവേഴ്സിറ്റികളാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ CUT PGയുടെ ഒരു സിലബസ് ആണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ ഞാൻ കൊടുത്തിട്ടുള്ളത്. ആവശ്യക്കാർക്ക് ഐദർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് സാധനം കിട്ടും, അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് 3 പാർട്ടായിട്ടാണ് ഇവർ തിരിച്ചിട്ടുള്ളത്: ആൻഷ്യന്റ് ഇന്ത്യ, ഏർലി മിഡീവൽ ഇന്ത്യ, പിന്നെ മോഡേൺ ഇന്ത്യ. ഓക്കെ, ഈ മോഡേൺ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ വേൾഡ് ഹിസ്റ്ററിയും കൂടി ചെറുതായിട്ട് അവർ മെൻഷൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഈ ഫ്രഞ്ച്, ഇംഗ്ലണ്ട്, അമേരിക്കൻ, റഷ്യൻ വാർസ്, റഷ്യൻ റെവല്യൂഷൻസ്, പിന്നെ വേൾഡ് വാർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ്, അതുപോലെ തന്നെ യൂറോപ്യൻ ഹിസ്റ്ററി, ഇതിനൊക്കെ അവർ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ടത് നിങ്ങൾ ഡിഗ്രിക്ക് പഠിച്ചതാവാനാണ് സാധ്യത. കാരണം നിങ്ങളൊക്കെ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണോ, ഡിഗ്രി ലാസ്റ്റ് ഇയേഴ്സ് ആണ് എല്ലാവരും? ജസ്റ്റ് ഒന്ന് പറയാം, ഒരു കമന്റ് ചെയ്താലും മതി.
എല്ലാവരും ഡിഗ്രി ലാസ്റ്റ് ഇയേഴ്സ് ആണോ? യെസ്, ഡിഗ്രി കഴിഞ്ഞ ആളുകളുണ്ട്, ഡിഗ്രി ലാസ്റ്റ് ഇയർ ഫിനിഷ് ആയ ആളുകളുണ്ട്. ഒരു വിധം മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്തെയാണ് ഡിഗ്രി ലാസ്റ്റ് ഇയർ ആണ് നിൽക്കുന്നത് അല്ലേ. കേരളത്തിലുണ്ട്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡിൽ എന്ത് ചെയ്യും, നമുക്ക് CUK ഉണ്ട്. ഓക്കെ, 4th ഇയർ ആണ്, ലാസ്റ്റ് ഇയർ ആണ്. ഓക്കെ, മെജോറിറ്റി ഓഫ് ആൾക്കാർ എന്താണ് ലാസ്റ്റ് ഇയർ ആണ്. അപ്പോൾ നിങ്ങൾ ഹിസ്റ്ററി എല്ലാവരും ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, എല്ലാവരും ഹിസ്റ്ററി പഠിച്ച ആളുകൾ തന്നെയാണോ, അതല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റിൽ നിന്ന് ഉള്ള ആളുകളുണ്ടോ? അവിടെ CUKയിൽ ഹിസ്റ്ററി ഇല്ല. ഓക്കെ, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളത്തിൽ ഹിസ്റ്ററി ഇല്ല എന്നാണ് എൻ്റെ ഒരു അറിവ് ഇപ്പോഴത്തെ. എല്ലാവരും സോഷ്യോളജി പഠിച്ച ആളുകളുണ്ട്. പിന്നെ വേറെ ഏതെങ്കിലും സബ്ജക്റ്റ്? ഒരുവിധം ആളുകൾ ഹിസ്റ്ററിയാണ്, ഹിസ്റ്ററി അല്ലാത്ത കുറച്ച് ആളുകളും ഉണ്ട്. ഓക്കെ, BSc ഒക്കെ പഠിച്ചിട്ട് ഹിസ്റ്ററിയിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, യാ. അപ്പോൾ ഇതിൻ്റെ സിലബസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നുണ്ട്, നിങ്ങളതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നാമത്തെ, നമുക്ക് ഹിസ്റ്ററിയിൽ 3 ഡിവിഷനാണ് പ്രധാനമായിട്ടുള്ളത് അല്ലേ. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. ഓക്കെ, ആ സെയിം സംഭവങ്ങൾ തന്നെ. ഇപ്പോൾ സ്റ്റോൺ ഏജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്റ്റോൺ ഏജിന് തന്നെ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്കുകൾ, ചാൽക്കോലിത്തിക്കുകളായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റോൺ ഏജിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. അതുപോലെ തന്നെ ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് ചോദ്യങ്ങൾ വരാം. ആൻഷ്യൻ ഇന്ത്യൻ എംപയർ, നമ്മൾ ഹര്യങ്ക, ശിശുനാഗ, നന്ദ ഡൈനാസ്റ്റി, അതുപോലെ തന്നെ നമ്മുടെ മൗര്യൻ ഏജ്, ബുദ്ധിസം, ജൈനിസം വരാറുണ്ട്. അതുപോലെ പോസ്റ്റ് മൗര്യൻ പീരീഡ്, അതായത് ഗുപ്താസ്, ഷാഗാസ് ഒക്കെ, അങ്ങനത്തെ കുറച്ച് ടീംസ് ഉണ്ടല്ലോ. പിന്നെ റീജിയണൽ സ്റ്റേറ്റ്സ് ആയിട്ടുള്ള കാഡംബാസ്, പല്ലവാസ്, ചാലൂക്യ, ബാദാമി, അതുപോലെ പാലാസ്, സേനാസ്, രാഷ്ട്രകൂട, പരമാറാസ്, പൊളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ആൻഷ്യൻ ഇന്ത്യയിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, പിന്നെ മിഡീവൽ ഇന്ത്യയിൽ തന്നെ ഇവർ ഏർലി മിഡീവൽ ആൻഡ് ലേറ്റർ മിഡീവൽ എന്ന് രണ്ടായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഏർലി മിഡീവൽ ആണെങ്കിൽ നമ്മുടെ രജപുത്സിന്റെ വരവ്, അതുപോലെ ചോള രാജവംശത്തിനെ കുറിച്ച്, ഇന്ത്യൻ ഫ്യൂഡലിസത്തിനെ കുറിച്ചുള്ള ചെറിയ ഡിബേറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി പോപ്പറായിട്ട് അവർ ഡൽഹി സുൽത്താനേറ്റ്, അതുപോലെ മുഗൾ എംപയർ, ഇവരുടെ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ചോദിക്കാറുണ്ട്. ഭക്തി സൂഫി മൂവ്മെന്റ്സിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അങ്ങനെ പിന്നെ റൈസ് ഓഫ് നമ്മുടെ ഷേർഷാ സൂരിയുടെ ഒരു എംപയറെ കുറിച്ചും ചോദിക്കാറുണ്ട്. മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അവർ മെയിനായിട്ട് ചോദിക്കുന്നത് മോഡേൺ ഹിസ്റ്റോറിയോഗ്രാഫി, നമുക്കറിയാം പോസ്റ്റ് മോഡേണിസം, സബാൾട്ടേൺ ഹിസ്റ്ററി, അങ്ങനത്തെ ഒരുപാട് ഒരു ഹിസ്റ്റോറിയോഗ്രാഫിക്കൽ ഒരു റൂട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അവർ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് എംപയറിനെ കുറിച്ച് വരവ്, ബ്രിട്ടീഷ് എക്സ്പാൻഷൻ ഇൻ ഇന്ത്യ, പിന്നെ എക്കണോമിക് ഇമ്പാക്ട് ഓഫ് ബ്രിട്ടീഷ് ആളുകൾ, അതുപോലെ സോഷ്യൽ റിഫോം മൂവ്മെന്റുകളെ കുറിച്ച് ചോദിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജാറാം മോഹൻ റായ്, അതുപോലെ സ്വാമി ദയാനന്ദ, ജ്യോതിബ ഫൂലെ, ഇവരെ കുറിച്ചൊക്കെ സ്ട്രെസ് ചെയ്തിട്ട് പ്രത്യേകം ചോദിക്കാറുണ്ട്. പിന്നെ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ്, നമ്മൾ ക്വിറ്റ് ഇന്ത്യ സമരം, മാസ് മൂവ്മെന്റും അങ്ങനത്തെ കുറിച്ച് ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ആയിട്ട് അവർ ചോദിക്കുന്നതാണ് ഈ വേൾഡ് ഹിസ്റ്ററി. ഓക്കെ, അതായത് ഇന്ത്യൻ ഹിസ്റ്ററി കൂടാതെ അവർ ചോദിക്കുന്ന ചെറിയൊരു പോർഷനാണ് വേൾഡ് ഹിസ്റ്ററി. അതിൽ പ്രധാനമായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത് യൂറോപ്യൻ ഹിസ്റ്ററി, ഫ്രഞ്ച് ഹിസ്റ്ററി, ഇംഗ്ലീഷ് ഹിസ്റ്ററി, അമേരിക്കൻ, റഷ്യൻ റെവല്യൂഷൻസ്, അതുപോലെ ഫസ്റ്റ് വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാർ. പൊതുവേ ഇതിൽ നിന്ന് മാക്സിമം ഒരു 1-2 ചോദ്യങ്ങൾ മാത്രമേ കണ്ടുവന്നിട്ടുള്ളൂ, അധികം ചോദ്യങ്ങൾ ഇതിൽ നിന്ന് വരാറില്ല. ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. അടുത്ത് നമ്മൾ കടക്കാൻ പോകുന്നത് എക്സാമിൻ്റെ ഒരു പാറ്റേണെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബേസിക്കലി മുമ്പൊക്കെ 2023 മുമ്പ്, 2023-24 സമയത്തൊക്കെ ഉണ്ടായിരുന്നത് CUT-യുടെ PG എക്സാം 2 പാർട്ടുകളായിട്ടുണ്ടായിരുന്നത്. ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ടാവും, ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. ഈ ഫസ്റ്റ് പാർട്ടിൽ അവർ ജനറൽ നോളജ്, മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, ഇംഗ്ലീഷ്, ബേസിക് ഇംഗ്ലീഷ്, ഇതൊക്കെയായിരുന്നു ചോദിച്ചിരുന്നത്. പാർട്ട് 2 പിന്നെ നമ്മൾ ഏത് സബ്ജക്റ്റ് ആണോ അപ്ലൈ ചെയ്തത് ആ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഹിസ്റ്ററിക്കായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക, അപ്പോൾ ഹിസ്റ്ററി ആയിരിക്കും ചോദിക്കുക. അപ്പോൾ 25 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 നിന്നും 75 ക്വസ്റ്റ്യൻസ് പാർട്ട് 2 നിന്നും, ഇങ്ങനെയായിരുന്നു ചോദിച്ചിരുന്നത്. ടോട്ടൽ ഒരു 100 ക്വസ്റ്റ്യൻസ്. പക്ഷേ 2024 ശേഷം, 23-24 കൃത്യമായിട്ട് അറിയില്ല, അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പാർട്ട് 1 എന്ന് പറയുന്ന പേപ്പർ ഇവർ കംപ്ലീറ്റ്ലി എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പൊ കറന്റ് പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോട്ടൽ നിങ്ങൾക്ക് 75 ക്വസ്റ്റ്യൻ തരും. ആ 75 ക്വസ്റ്റ്യനും ഹിസ്റ്ററി റിലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഹിസ്റ്ററിക്കാണ് അപ്ലൈ ചെയ്തത്, കാരണം 75 ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി ഹിസ്റ്ററി റിലേറ്റഡ് ചോദ്യങ്ങളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു CBT ബേസ്ഡ് എക്സാം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. നിങ്ങൾ പെന്നും പേപ്പറും ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടറിലാണ് നിങ്ങളിത് മാർക്ക് ചെയ്യേണ്ടത്. ടോട്ടൽ 1.5 മണിക്കൂർ, അതല്ലെങ്കിൽ 90 മിനിറ്റ് ആണ് ഈ എക്സാം ഉണ്ടാവുക.
300 മാർക്കിനാണ്. ഇപ്പോൾ 75 ഇൻറ്റു 4 ഒരു ക്വസ്റ്റ്യൻ ശരിയായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അതുപോലെ നെഗറ്റീവ് മാർക്ക് ഉണ്ട്. ഒരു ചോദ്യം തെറ്റായി കഴിഞ്ഞാൽ നിങ്ങളെ 1 മാർക്ക് പോകും. ഓക്കെ, അപ്പൊ ടോട്ടൽ 300 മാർക്കിനാണ് എക്സാം നടത്തുന്നത്. ഓരോ ശരിയായിട്ടുള്ള ചോദ്യത്തിന് 4 മാർക്ക് വീതവും തെറ്റായിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് -1 മാർക്ക് നിങ്ങളുടെ കയ്യിൽ നിന്നും കുറക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ ഒന്നും അറിയില്ല, അത് അറ്റൻഡ് ചെയ്യേണ്ട എന്നാണെങ്കിൽ അതിൽ നിന്ന് പ്രത്യേകിച്ച് മാർക്കുകളൊന്നും പോവില്ല, 0ആണ്. ഓക്കെ, മാർക്ക് കൂടില്ല കുറയില്ല എന്നുള്ള അവസ്ഥ. ഞാൻ പറഞ്ഞു 300 മാർക്കിനാണ് നടത്തുന്നത്. 1.5 മണിക്കൂറാണ് എക്സാം. ടോട്ടൽ 75 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ആ 75 ക്വസ്റ്റ്യനും കംപ്ലീറ്റ്ലി ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യം ആയിരിക്കും. ഓക്കെ, ഇപ്പോ എക്സാമിന്റെ അതായത് CUT PGക്ക് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് തുടങ്ങിയിട്ടുണ്ട്. ഡിസംബർ 14 അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജനുവരി 18, അതായത് അടുത്ത വർഷം 2026 ജനുവരി 18 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ CUT PGക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അതിന്റെ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് CUT PG അപ്ലൈ എന്ന് നെറ്റിൽ പോയി അടിച്ചു കഴിഞ്ഞാൽ അതിന്റെ സൈറ്റ് ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, പിന്നെ ഏകദേശം എക്സാം നടത്താൻ സാധ്യത ഉള്ളത് ഒരു മാർച്ചിലാണ്. ഓക്കെ, 2026 മാർച്ച് ഒക്കെ ആകുമ്പോഴായിരിക്കും എക്സാം നോർമലി നടത്താറുള്ളത്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ അവർ മാറ്റുള്ളൂ. നോർമലി ഒരു മാർച്ച് ലെവലിലാണ് എക്സാം നടത്താറുള്ളത്. നിങ്ങളിപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് ഏകദേശം ഒരു 3 മാസത്തോളം നിങ്ങളുടെ മുമ്പിൽ സമയമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു 2 മാസം കൃത്യമായിട്ട് ഇരുന്ന് പഠിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വളരെ ഈസിലി നിങ്ങൾക്ക് JNUയുടെ ലെവലിലുള്ള കട്ട് ഓഫ് വരെ വളരെ ഈസിലി അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് അതിനകത്തും വലിയൊരു ബാലി കയറാൻ മല ഒന്നുമല്ല. എല്ലാവർക്കും കൃത്യമായിട്ടൊന്ന് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഈസിലി ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ എക്സാമിനെ കുറിച്ച് അറിഞ്ഞു, എക്സാമിന്റെ പാറ്റേണെ കുറിച്ച് അറിഞ്ഞു, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു. അപ്പോൾ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ ഇത് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു എൻ്റെ BA ഡിഗ്രി ഞാൻ എൻ്റെ ഹിസ്റ്ററിയിലാണ് ചെയ്തത്, PG ഞാൻ ഹിസ്റ്ററിയിലാണ് ചെയ്തത്, എൻ്റെ B.Ed ഞാൻ സോഷ്യൽ സയൻസിലാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ PhDക്ക് ഞാൻ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്, അതും കംപ്ലീറ്റ്ലി ഹിസ്റ്ററി ബേസ്ഡ് ആണ്. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ N-Learning ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ തന്നെ ഞാൻ നെറ്റിന്റെ ക്ലാസ്സുകളും എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അറിവിൽ നിന്നൊക്കെ ഞാൻ ഇപ്പോൾ ഇത്രയും കാലം ഹിസ്റ്ററിയുമായിട്ട് ഇത്തരത്തിലൊരു കണക്ഷൻ വെച്ചതുകൊണ്ട് ഞാൻ പറയാണ്, നിങ്ങളൊരു എക്സാം ഹിസ്റ്ററി എന്നായിക്കോട്ടെ അല്ലെങ്കിൽ CUT PG ആയിക്കോട്ടെ, വേറെ ഏത് എക്സാമിനും നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എടുത്തു വെക്കേണ്ട സാധനം ആ സിലബസ് ആണ്. ഞാൻ നേരത്തെ കാണിച്ചു തന്നു. ഓക്കെ, ഇതാണ് CUTയുടെ സിലബസ് അല്ലെ, കാണുന്നില്ല എല്ലാവർക്കും? ആൻഷ്യൻ ഇന്ത്യ, ഏർലി മിഡീവൽ ഇന്ത്യ, മോഡേൺ ഇന്ത്യ, മിഡീവൽ ഇന്ത്യ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിലബസ് നിങ്ങൾ കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യുക, അത് കൃത്യമായിട്ട് വായിക്കുക. അതിന്റെ പുറമെ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യാൻ കൃത്യമായിട്ട് പഠിക്കണം. ഏകദേശം 2022 CUT PG സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2022, 2023, 2024, 2025 ഓക്കെ, ടോട്ടൽ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കൃത്യമായി ഡൗൺലോഡ് ചെയ്യുക, പ്രിന്റ് ഔട്ട് എടുക്കുക, അത് സിലബസുമായിട്ട് വെച്ച് മാച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, ഒരു 95% ഓഫ് ചോദ്യങ്ങളും സിലബസിൽ നിന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും. ഒരു 5% എപ്പോഴും ഒരു ഔട്ട് ഓഫ് സിലബസ് ചോദ്യങ്ങളും വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒഴിവാക്കുകയാണെങ്കിൽ തന്നെ ഒരു 95% സിലബസിൽ നിന്നും PYQയിൽ നിന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാവുന്നതാണ്. ഞാൻ വീണ്ടും ആണയിട്ട് പറയുന്നു, ഇത് രണ്ടും PYQയും അതുപോലെ സിലബസും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യുന്നത് ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് അത്യാവശ്യം ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങൾ സിലബസ് ഡൗൺലോഡ് ചെയ്യുക, PYQ നോക്കുക, അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക. ഏത് ഏരിയക്കാണ് ഇവർ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്, എങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത് എന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ PYQ കിട്ടണം. ഓക്കെ, എന്ത് പഠിക്കണം എന്നുള്ളത് സിലബസിൽ നിന്നും എങ്ങനെ പഠിക്കണം എന്നുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. ഓക്കെ, ഇതിന്റെ പുറമെ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം ഇഗ്നോയുടെ മെറ്റീരിയലുകളാണ്. ഓക്കെ, ഇപ്പോൾ പല ആളുകളും ഡയറക്റ്റ് വിക്കിപീഡിയയിലേക്ക് പോയിട്ട് ഹിസ്റ്ററി പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അതിനേക്കാളും ഏറ്റവും നല്ലത് ഞാൻ പറയുന്നു, ഇഗ്നോയുടെ മെറ്റീരിയൽസ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ സിലബസിൽ ഇപ്പോൾ ഒരു വേർഡ് കൊണ്ടുവന്നിട്ടുണ്ട്, സ്റ്റോൺ ഏജ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നെറ്റ് പോയിട്ട് സ്റ്റോൺ ഏജ് ഇഗ്നോ മെറ്റീരിയൽ എന്ന് അടിക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടും. അത് കൃത്യമായി ഡൗൺലോഡ് ചെയ്യുക, അത് വായിക്കുക, ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, പറ്റുകയാണെങ്കിൽ അതിൽ നിന്ന് നോട്ട് ഉണ്ടാക്കുക. ഇപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ സിലബസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇഗ്നോ നോട്ട്സ് അടിക്കുകയാണെങ്കിൽ അതിന്റെ നോട്ട് നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, റിവൈസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾ ബേസിക് ആയിട്ട് വായിച്ചിരിക്കേണ്ട കുറച്ച് പുസ്തകങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിത് ഡിഗ്രിക്ക് വായിച്ചിട്ടുണ്ടായിരിക്കണം. ഇൻ കേസ് വായിച്ചിട്ടില്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഇപ്പോഴെങ്കിലും വായിക്കണം. കാരണം ഹിസ്റ്ററി എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെറുതെ നമ്പറും ഡേറ്റ്സും മാത്രമല്ല, അതിന് കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ സീക്വൻസ് നമുക്ക് മനസ്സിലാവണം. എന്ത് സാധനം ഏത് സാധനത്തിന് ശേഷം, അല്ലെങ്കിൽ എന്ത് ഇവന്റ് ഏത് ഇവന്റിന് ശേഷം നടന്നു എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു തിയററ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് കൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിന് ഞാൻ റെഫർ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 പുസ്തകങ്ങളാണ്, അല്ലെങ്കിൽ 4 പുസ്തകങ്ങളാണ്.
ഒന്നാമതുള്ളത് ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങൾ ഇന്റർനെറ്റിൽ അടിച്ചാലും ഏത് യൂട്യൂബിൽ അടിച്ചാലും ഒക്കെ ആദ്യം വരുന്നൊരു ബുക്കാണ് ഉപീന്ദർ സിംഗിന്റെ ബുക്ക്. ഓക്കെ, ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് വായിക്കേണ്ടതായിട്ടൊരു ബുക്കാണ് ഉപീന്ദർ സിംഗിന്റെ ഒരു ബുക്ക്. ഇത് റെഡ് ചട്ടയിലുള്ള ഒരു ബുക്കാണ്. അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ബുക്കാണ്. ഏകദേശം ഒരു 600 സംതിങ് പേജ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അത്യാവശ്യം ലെങ്തി ആയിട്ടുള്ള ബുക്കാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. രണ്ടാമതൊരു ബുക്കാണ് മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററിക്ക് വേണ്ടി ഞാൻ പറയുന്നത് സതീഷ് ചന്ദ്രയുടെ ഒരു ബുക്ക് ഉണ്ട്, മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അത് ബേസിക്കലി 2 വോളിയത്തിന്റെ ഒരു ബുക്കാണ്. ഓക്കെ, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് 2 വോളിയത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് റെഫർ ചെയ്യാം, അതല്ലെങ്കിൽ ജയൽ മെഹ്ത്ത എന്ന് പറയുന്ന ഒരാൾ എഴുതിയൊരു ബുക്ക് ഉണ്ട്. അതൊരു 3 വോളിയത്തിന്റെ ബുക്കാണ്. ഓക്കെ, ഞാൻ എപ്പോഴും പറയുന്നത് സതീഷ് ചന്ദ്രയുമായിട്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് അത് വായിച്ചിട്ട് ഇൻട്രസ്റ്റ് കിട്ടില്ലെങ്കിൽ ജയൽ മേത്തയുടെ ബുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇതെല്ലാം നമുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ജയൽ മേത്ത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. സതീഷ് ചന്ദ്രയുടെ ബുക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പൈസ കൊടുത്തു തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ ഒരു വെബ്സൈറ്റ് കയറിയിട്ട് യുവീന്ദർ സിംഗിന്റെ ബുക്കായാലും സതീഷ് ചന്ദ്രയുടെ ബുക്കുകളാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. പിന്നെ മോഡേൺ ഇന്ത്യക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പെക്ട്രം പബ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ആളുകളുടെ ഒരു ബുക്ക് ഉണ്ട്. ഓക്കെ, സ്പെക്ട്രം പബ്ലിക്കേഷൻ. അത് ചെറിയൊരു ബുക്കാണ്, കുറച്ച് കട്ടിയുള്ള ഒരു ബുക്കാണ്, പെട്ടെന്ന് വായിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. ഒരു 15 ദിവസം നിങ്ങൾക്ക് കൂളായിട്ട് അത് വായിച്ചു തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു സ്പെക്ട്രത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്, നല്ല ബുക്കാണ്. ഈവൻ UPSCക്ക് വേണ്ടിയിട്ട് വരെ ആളുകൾ പ്രിപ്പയർ ചെയ്യുന്ന ബുക്കാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അത് സജസ്റ്റ് ചെയ്യാം. അതിന്റെ കൂടെ തന്നെ ഞാൻ പറയുന്ന ബുക്കാണ് ഈ പ്ലാസി ടു പാർട്ടീഷൻ എന്ന് പറയുന്ന ശേഖർ ബന്ദോപാധ്യായയുടെ ഒരു ബുക്ക്. ഓക്കെ, പ്ലാസി ടു പാർട്ടീഷൻ. ഈ പ്ലാസി ടു പാർട്ടീഷൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ്. വളരെ ഫ്ലോയിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ്. ഈ സ്പെക്ട്രത്തിന്റെ ബുക്ക് എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഫാക്ച്വൽ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, എപ്പോഴും നമ്പറും ഡേറ്റും ആളുകളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അത് വായിച്ച് തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ പ്ലാസി ടു പാർട്ടീഷൻ നമുക്ക് നല്ലൊരു ഫ്ലോയിൽ ഒരു കഥ പോലെ അത് വായിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു അനുയോജ്യമായിട്ടുള്ള ബുക്ക് നോക്കുക. നിങ്ങൾക്ക് ഫാക്ച്വൽ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ സ്പെക്ട്രത്ത് എടുക്കുക. അതുപോലെ തന്നെ ഒരു ഫ്ലോയിൽ വായിക്കണം താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പ്ലാസി ടു പാർട്ടീഷൻ ശേഖർ ബന്ദോപാധ്യായയുടെ ആ ബുക്കും റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബുക്കുകളൊക്കെ റെഫർ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആദ്യമായിട്ട് നിങ്ങൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയുന്നു, സിലബസ്, PYQ, ഇഗ്നോയുടെ മെറ്റീരിയൽസും എടുത്ത് നന്നായിട്ട് വായിക്കുക. നിങ്ങൾക്ക് ഈ എക്സാം വളരെ ഈസിലി ക്രാക്ക് ചെയ്യാവുന്നതുള്ളൂ. ഓക്കെ, പിന്നെ എന്താണ് എൻലേണിന് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത്? ഓക്കെ, എൻലേണിന്റെ ഈ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു. അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ ആളുകളെ കോൺടാക്ട് ചെയ്താൽ കിട്ടും. എൻലേണിന്റെ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെടുക. അതല്ലാതെ എൻലേണിന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ളത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ടാവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പ്രാക്ടീസ് ടെസ്റ്റുകൾ ഉണ്ടാവും, മോഡൽ എക്സാമുകൾ ഉണ്ടാവും. പിന്നെ ഈ സിലബസ് ബേസ് ചെയ്ത് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് എൻലേൺ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻലേണിന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഓഫർ ചെയ്യാനുള്ളത്. ഓക്കെ, മറ്റുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ ഇവരുമായിട്ട് നേരത്തെ കൊടുത്തുള്ള നമ്പറുമായിട്ട് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ അംഗമാവാൻ ശ്രമിക്കുക. അതിൽ നിന്നും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് CUT PGയെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഐദർ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്ക് ഓൺ ആക്കി നിങ്ങൾക്ക് ചോദിക്കണമെങ്കിൽ ചോദിക്കും ചെയ്യാം. ഓക്കെ, ഒരു വിട്ടുപോയൊരു കാര്യമുണ്ട്, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി AMU. അപ്പോൾ AMU എന്ത് ചെയ്തിട്ടില്ല, ഇതുവരെ ഇപ്പോൾ ആസ് ഓഫ് നൗ ഇതുവരെ അവർ ഇതിൽ CUT PGയിലേക്ക് ഇൻക്ലൂഡ് ആയിട്ടില്ല. ഓക്കെ, അപ്പോൾ AMU ഒഴിച്ച് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ ഏകദേശം പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഇതിന്റെ ഭാഗം ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഹൗ ടു ഗെറ്റ്, നിങ്ങൾ കുറച്ച് ആളുകൾ ഇതിൽ കമന്റ് ഇട്ടിട്ടുണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ഈ PYQ എവിടെ നിന്നാണ് കിട്ടുന്നത്? എനി വെബ്സൈറ്റ്. ഓക്കെ, കൃത്യമായിട്ടൊരു വെബ്സൈറ്റ് നിങ്ങൾ CUT PG എന്ന് അടിക്കുകയാണെങ്കിൽ അതിൽ തന്നെ സിലബസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് കൊടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എൻലേണിന്റെ ഗ്രൂപ്പിൽ നിങ്ങൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ ജസ്റ്റ് സൈറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതല്ലെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ഓക്കെ, അപ്പോൾ ആരെങ്കിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഉണ്ടാവാനാണ് സാധ്യത. ടെലിഗ്രാമിലൊക്കെ എങ്ങനെയായാലും ഇത് കിട്ടേണ്ടതാണ്. ആൻസറിസ്റ്റിക് എവിടെ ബെസ്റ്റ്? ഐ എം ലുക്കിംഗ് ടു പെർസ്യൂ ഇൻ ആർക്കിയോളജി. ഓക്കെ, അപ്പോൾ ആർക്കിയോളജി ഫോക്കസ്ഡ് ആണ് നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏറ്റവും നല്ലൊരു യൂണിവേഴ്സിറ്റി ഞാൻ പറയുന്നത് ഇപ്പോൾ ഞാൻ കറന്റ്ലി വർക്ക് ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക. ഓക്കെ, ഞാൻ അവിടെയാണ് ഇപ്പോൾ PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് കംപ്ലീറ്റ്ലി ഒരു ഹിസ്റ്ററി ആൻഡ് ആർക്കിയോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്. ഓക്കെ, അവിടുത്തെ സാറുമാരായാലും ഒരു ഔട്ട് ഓഫ് 6-7 പേരുണ്ടെങ്കിൽ ഒരു 4-5 പേര് എന്താണ് കൃത്യമായിട്ട് ആർക്കിയോളജി ബേസ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അത് നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്. ഇതിന്റെ പുറമെ തന്നെ നിങ്ങൾക്ക് ഡൽഹിയിൽ ഒരു
കൃത്യമായിട്ട് പേര് എനിക്ക് ഓർമ്മയില്ല. ഡൽഹിയിൽ ഒരു ആർക്കിയോളജിക്ക് മാത്രമായിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. പക്ഷെ ഇത് CUT-യുടെ അണ്ടറിലല്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അത് സെപ്പറേറ്റ് ആയിട്ടുള്ള വേറൊരു എക്സാം വെച്ചിട്ടാണ് അവർ നോക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണ് നിങ്ങൾ ആർക്കിയോളജി ചെയ്യാൻ താല്പര്യമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടക നല്ലതാണ്. നിങ്ങൾ ജസ്റ്റ് അവരുടെ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ അറിയാം. JMU ഇതുവരെ സെപ്പറേറ്റ് എക്സാം ആയിരുന്നു. പക്ഷെ 2026 CUT-യിൽ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജാമിയ മിലിയ ഇസ്ലാമിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഈ CUT 2026 അവരും ഇൻക്ലൂഡഡ് ആണ്. അലിഗഡ് യൂണിവേഴ്സിറ്റി ഇതുവരെ ഇൻക്ലൂഡഡ് ആയിട്ടില്ല. ഓക്കെ, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് അസൈൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സ്ഥലത്ത് പോകുന്നു. അപ്പം നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റാസ് അവരെടുക്കും. അപ്പോൾ നിങ്ങൾ കുറച്ച് ഫിംഗർ പ്രിന്റും ഫോട്ടോ കൊടുക്കലും അതുപോലെ ഐറിസ് സ്കാനിങ് ഒക്കെ കഴിയും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു കമ്പ്യൂട്ടർ അവർ തരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ല അവിടെ ഒരുപാട് പേരുണ്ട്, 100, 200, 500 ഒക്കെ പേരുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പ്യൂട്ടർ അസൈൻ ചെയ്യും. നിങ്ങൾ ആ കമ്പ്യൂട്ടറിന് മുമ്പിൽ പോയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ഒരു പാസ്വേഡ് ഒക്കെ ചോദിക്കും. അതൊക്കെ അവർ അവിടെ നിന്ന് പറഞ്ഞു തരും. നിങ്ങളെ പാസ്വേഡ് ഒക്കെ ടൈപ്പ് ചെയ്തിട്ട് ചോദ്യം വരും. ഓക്കെ, അപ്പോൾ 75 ചോദ്യങ്ങൾ മുന്നിലുണ്ടാവും. നിങ്ങൾ ഓരോ ചോദ്യം വായിക്കുക. അതിന്റെ സൈഡിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതിലിങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവാവുന്നതാണ്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അതിനകത്തും പേടിക്കാനൊന്നുമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്ത് ആ ഒരു സെന്ററിലേക്ക് എത്തുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും. ഹ്യൂമൻ എവല്യൂഷൻ ജിയോളജിക്കൽ ഫേസ് ഒക്കെ സിലബസിന്റെ ഭാഗമാണോ? ആണെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റിയ സോഴ്സസ്, അതുപോലെ സ്റ്റോൺ ഏജ് ഒക്കെ ഈസിലി വായിച്ചെടുക്കാൻ പറ്റിയ സോഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കംപ്ലീറ്റ്ലി നമുക്ക് ഈ സിലബസ് മാത്രം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അതാണ് പറഞ്ഞത്, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടി അനലൈസ് ചെയ്യണം. കാരണം PYQ'ൽ നിന്നാണ് എങ്ങനത്തെ ചോദ്യങ്ങൾ, ഏത് രീതിയിലാണ് ഇവർ ചോദ്യം വരിക എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷൻ പൊതുവെ ചോദിച്ച് കാണാത്ത ഒരു സംഭവമാണ്. അതുപോലെ ജിയോളജിക്കൽ ഫേസ് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ചിട്ട് വളരെ 2022 ഒന്നോ രണ്ടോ തവണ അവർ ചോദിച്ചിട്ടുണ്ട്, ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ. അതിനുശേഷം അധികം കണ്ടിട്ടില്ല. പക്ഷെ നമുക്ക് നെഗ്ലക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇതൊക്കെ വായിച്ചെടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സോഴ്സ് ആണ് ഞാൻ പറയുന്നത്. ഇഗ്നോയുടെ മെറ്റീരിയൽസ് നോക്കുക. നിങ്ങൾ സിലബസ് നോക്കുക, ഇഗ്നോയുടെ മെറ്റീരിയൽ പോയി അടിക്കുക. അതുപോലെ തന്നെ ചോദ്യങ്ങൾ കാണുമ്പോൾ ആ ചോദ്യത്തെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യം നോക്കുക. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷനെ കുറിച്ച് ചോദ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇഗ്നോയിൽ പോയിട്ട് ഹ്യൂമൻ എവല്യൂഷൻ ഇഗ്നോ നോട്ട്സ് അടിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് ബേസ് ചെയ്ത് നോട്ട് എന്തായാലും കിട്ടും. ഓക്കെ, ഹിസ്റ്ററിയുടെ ഒരു 99% ഓഫ് കാര്യങ്ങളും അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഗ്യാൻ ഘോഷ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ നിന്നും ഇഗ്നോയുടെ നോട്ട്സ് ഒക്കെ കിട്ടാവുന്നതാണ്. നിങ്ങൾ ഈ സാധനം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യാൻ കിട്ടും. ഓക്കെ, സർ ഹൗ ടു പ്ലാൻ ദ പ്രിപ്പറേഷൻ, ഐ മീൻ വിത്ത് ഓൺലൈൻ ക്ലാസ്സസ് ആൻഡ് എക്സ്ട്രാ സോഴ്സസ് വിത്ത് 2 months ടൈം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മാസം കൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്ന അത്ര ലോഡേ ഉള്ളൂ CUT PGക്ക് ഇന്നേ വരെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വായിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ഡെയിലി ഒരു 3 മണിക്കൂറെങ്കിലും ഇതിനു വേണ്ടി പ്രത്യേകം സ്പെൻഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ മുന്നിൽ ഒരു 2.5 മാസം മാക്സിമം കിട്ടി. അപ്പൊ എന്ത് ചെയ്യുക, ഡെയിലി ഒരു 3 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി കൊടുക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഈ പറഞ്ഞ സിലബസും കാര്യങ്ങളൊക്കെ വളരെ ഈസിലി ക്രാക്ക് ചെയ്യാവുന്നതാണ്. എൻലേണിന്റെ ക്ലാസ്സുകൾ ഉണ്ടാവും, അതിന് നോട്ടുകൾ ഉണ്ടാവും, അതുമായി ബന്ധപ്പെട്ട മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിന് പുറമെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കുറച്ച് എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഇഗ്നോയുടെ മെറ്റീരിയൽസ് വായിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞ കുറച്ച് പ്രധാനപ്പെട്ട പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളും നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് തീർത്തായി കഴിഞ്ഞാൽ ഈസിലി നിങ്ങൾക്ക് ഇത് ക്രാക്ക് ചെയ്യാവുന്നതുള്ളൂ. ഞാൻ പറയുന്നു, ഇപ്പോൾ JNU ആണ് ഏറ്റവും ടോപ്പ് കട്ട് ഓഫ് എപ്പോഴും വരാറുള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പ് കട്ട് ഓഫിൽ എന്ന് പറയുന്നത് 2230 വരുന്നത്. ഓക്കെ, 230, 240 റേഞ്ചിലാണ് മാക്സിമം വരാറ്. അതിന്റെ അപ്പുറത്തേക്ക് പോവാറില്ല. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് 2 മാസം കൊണ്ട് വരുന്നത് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു HCU, ഇപ്പൊ JNU കഴിഞ്ഞ പൊതുവെ ആളുകൾ പ്രിഫർ ചെയ്യുന്നതാണ് HCU, ജാമിയ മിലിയൊക്കെ. അതൊക്കെ വളരെ ഈസിലി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നുള്ളൂ. ഒരു 180 to 200 ലെവലിലാണ് അവരുടെ കട്ട് ഓഫ് ഒക്കെ നോർമലി വരാറുള്ളത്. ഡെക്കാൻ കോളേജ് ആർക്കിയോളജിക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഓക്കെ, ഈവൻ CUK-നെക്കാട്ടിക്ക് ഏറ്റവും ടോപ്പ് പ്രയോറിറ്റി ഉള്ളത് ഡെക്കാൻ കോളേജിനാണ്. വളരെ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്, ഒരുപാട് നല്ല പ്രൊഫസേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു കോളേജാണ്. ഓക്കെ, ഞാനതിനെ കുറിച്ച് മെൻഷൻ ചെയ്യാൻ മറന്നുപോയി. ആപ്പിൾ ചെയ്യുമ്പോഴുള്ള പേപ്പർ സെലക്ഷനെ കുറിച്ച് എനിക്കത് മനസ്സിലായില്ല. ആ ചോദ്യം ആരിട്ടതായാലും എനിക്കത് മനസ്സിലായില്ല. അപ്ലൈ ചെയ്യുമ്പോൾ, ഓക്കെ, അപ്ലൈ ചെയ്യുമ്പോൾ പേപ്പർ സെലക്ഷനെ കുറിച്ചിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദ്യം പേപ്പർ സെലക്ട് ചെയ്യും. ഇപ്പോൾ ഹിസ്റ്ററിക്കാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഹിസ്റ്ററി കൊടുക്കുക, സോഷ്യോളജിക്കാണെങ്കിൽ സോഷ്യോളജി കൊടുക്കുക. എനിക്ക് മനസ്സിലായില്ല ചോദ്യം കൃത്യമായിട്ട്. ഓക്കെ, നല്ല യൂണിവേഴ്സിറ്റി ഫോർ ഹിസ്റ്ററി മിസോറാം ഒക്കെ സെറ്റാണോ? ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ, അധികം പ്രിഫർ നോർത്ത് ഈസ്റ്റിലേക്ക് അധികം നമ്മുടെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഡിപ്പാർട്ട്മെന്റുകളൊന്നും എൻ്റെ അറിവിലില്ല. ഓക്കെ, ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, എൻ്റെ അറിവിൽ പൊതുവെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്കൊന്നും ഹിസ്റ്ററിയുമായിട്ട് നല്ല ഡിപ്പാർട്ട്മെന്റുകൾ വളരെ പരിമിതമാണ്, കുറവാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് ഹിസ്റ്ററിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇപ്പൊ BSc ചെയ്ത ആൾക്ക് PG ഹിസ്റ്ററി ചെയ്യാൻ പറ്റുമോ? കംപ്ലീറ്റ്ലി നോർമലാണ്, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഒരു ക്ലോസ് ഞാൻ വീണ്ടും പറയുന്നു, ഈ CUT PG നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എഴുതാം.
ഇപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റികൾ ചിലപ്പോൾ ഓരോ റൂൾ ഇറക്കും. ഇപ്പോൾ JNUലാണെങ്കിൽ അവർ പറയാണ് നിങ്ങൾ ഡിഗ്രിക്ക് ഹിസ്റ്ററി ചെയ്തിരിക്കണം എന്ന് നിർബന്ധം പറയുകയാണെങ്കിൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റികളും അങ്ങനെ ഒരു നിർബന്ധം പിടിക്കാറില്ല. അവർ നോർമലി ഹിസ്റ്ററിയുടെ കാര്യത്തിൽ അവർ പറയാറുള്ളത് എനി ഡിഗ്രി, ഇപ്പോൾ BSc ആണെങ്കിലും BA ആണെങ്കിലും എന്തെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതുവരെ. ഓക്കെ, ഞാൻ പറഞ്ഞു ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പൊ JNU അങ്ങനെയല്ല, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കലി പറയുകയാണെങ്കിൽ JNU പറയാണ് നിങ്ങൾക്ക് BA ഹിസ്റ്ററി ചെയ്ത ആളുകൾക്ക് മാത്രമേ MA ഹിസ്റ്ററി ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ HCU പറയുകയാണ് BA ഹിസ്റ്ററി ചെയ്താൽ മാത്രമേ MA ഹിസ്റ്ററി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ട്. അത് നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ വെബ്സൈറ്റ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ചെയ്യാൻ. ഓക്കെ, വാട്ട് അബൌട്ട് DU നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഓക്കെ, വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ്. ഹിസ്റ്ററിക്കും നല്ല യൂണിവേഴ്സിറ്റിയാണ്. DUയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല. ഓക്കെ, അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ് അവിടെ താമസിക്കാൻ. പിന്നെ ഈ പൊല്യൂഷൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഓവറോൾ ഡിപ്പാർട്ട്മെന്റ് നല്ല ഡിപ്പാർട്ട്മെന്റ് ആണ്. പൊതുവെ ആളുകൾ ഡിഗ്രിക്കൊക്കെയാണ് പോവാറ് അവിടെ. ഓക്കെ, അഫോർഡബിൾ യൂണിവേഴ്സിറ്റീസ് ഏതല്ല? ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റികളൊക്കെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണ്. അവിടെയൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിലാണ് പോവാറുള്ളത്. മാക്സിമം നിങ്ങൾക്ക് വരാറുള്ള പൈസ എന്ന് പറയുന്നത് ഒരു 20-25 അല്ലെങ്കിൽ 30,000 രൂപത്തിനുള്ളിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഇതൊക്കെ ചെയ്ത് തീർക്കാവുന്നേ ഉള്ളൂ. കർണാടകയുടെ കട്ട് ഓഫ്, അവിടെ ഹോസ്റ്റൽ ഫെസിലിറ്റി, കർണാടകയിൽ ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട്, അതിനൊരു പ്രശ്നമില്ല. പിന്നെ ഫുഡ് നിങ്ങൾ മെസ്സിൽ ഫീസ് കൊടുക്കണം. ഓക്കെ, മെസ്സിൽ പൈസ കൊടുത്താൽ മതി, ഫുഡൊക്കെ ഇവരുണ്ടാക്കി തരും. കർണാടകയുടെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായിട്ട് കട്ട് ഓഫ് നമുക്ക് പറയാറില്ല. ഓരോ സമയത്തും ഇതിങ്ങനെ വേരി ചെയ്യും. ഇപ്പോൾ ആളുകളുടെ എണ്ണം അനുസരിച്ച്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ടഫ് അനുസരിച്ചിട്ടൊക്കെ എന്ത് ചെയ്യും, ഓരോ സമയത്തും കട്ട് ഓഫ് ഇങ്ങനെ വേരി ചെയ്യും. ഓക്കെ, അപ്പോൾ കർണാടകയിൽ പൊതുവെ അങ്ങനെ അപാരമായ കട്ട് ഓഫ് വരാറില്ല, കുറച്ച് ലോ ആണ് കട്ട് ഓഫ് വരാറുള്ളത്. JMU CUTന്റെ അണ്ടറിലുണ്ട്. ഓക്കെ, JMU CUTന്റെ അണ്ടറിൽ ഉണ്ട് ഇപ്രാവശ്യം 2026 അവരുടെ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ജാമിയ മിലിയ ഇസ്ലാമിയ CUTയുടെ അണ്ടറിൽ ഉണ്ട്. ഓക്കെ, എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡഡ് ആണോ എന്ന് അറിയില്ല, പക്ഷെ ഇപ്പൊ അവർ കൊടുത്തിട്ടുള്ള സംഭവം വെച്ചിട്ട് പൊതുവെ ഇപ്പോ JMU ഉണ്ട്, പക്ഷെ അലിഗഡ് ഇതിന്റെ ഭാഗം അല്ല. ഓക്കെ, അതും കൂടി ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. DU കട്ട് ഓഫ് എങ്ങനെ, ഞാൻ പറഞ്ഞില്ലേ, കട്ട് ഓഫ് എപ്പോഴും നിർവചിക്കുന്നത് ആ ക്വസ്റ്റ്യൻ എക്സാമിന്റെ ടഫ്നെസ് അനുസരിച്ചിട്ടാണ്. അതുപോലെ തന്നെ എത്ര ആളുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, എത്ര പേര് എഴുതുന്നുണ്ട്, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ കട്ട് ഓഫ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ JNUയുടെ കട്ട് ഓഫ് പറയുന്നത് അതാണ് എപ്പോഴും ഹയസ്റ്റ് കട്ട് ഓഫ് വരാറ്. നോർമലി 220 to 240 അല്ലെങ്കിൽ 200 to 240 ലെവലിൽ എപ്പോഴും കട്ട് ഓഫ് വരാറുള്ളത് JNU ആണ്. അപ്പോൾ അതിന്റെ താഴേക്കാണ് എപ്പോഴും വരിക. ഇപ്പോൾ 240 മാർക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 60 ക്വസ്റ്റ്യൻ നിങ്ങൾ കൃത്യമായി ശരിയാക്കുക. ഇപ്പോൾ ഔട്ട് ഓഫ് 75 ഒരു 60 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 55 ക്വസ്റ്റ്യൻ ഒക്കെ റെഡി ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് JNUയുടെ കട്ട് ഓഫ് കിട്ടി. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു 50 to 55 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ലെവലിൽ നിങ്ങൾ ശ്രമിക്കുക. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നല്ല യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നാട്ടിൽ നിന്നും ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ നാട്ടിൽ പഠിച്ചിട്ട് ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പോൾ എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും നല്ല എക്സ്പോഷർ ആണ് തരുന്നത്. വേറെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ട് പിന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോകുമ്പോൾ മേ ബി അതിന്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നാട്ടിൽ പഠിച്ച ഒരാളുകൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി പോവുകയാണെങ്കിൽ അത് എപ്പോഴും നല്ല എക്സ്പീരിയൻസ് മാത്രമേ തരുള്ളൂ. ഓവറോൾ നല്ലതാണ്. ഓക്കെ, AMUയുടെ എക്സാം ഇന്നേ വരെ കേരളത്തിൽ നടത്തിയതായിട്ടുള്ള ചരിത്രമല്ല. മലപ്പുറത്ത് ഒരു സെന്റർ ഉണ്ടെങ്കിൽ കൂടി അതിന്റെ എക്സാമുകളൊക്കെ കണ്ടക്ട് ചെയ്യാറുള്ളത് അവർ അലിഗഡിൽ വെച്ചിട്ടാണ്, UPയിൽ വെച്ചിട്ടാണ്. നിങ്ങൾ അങ്ങോട്ട് തന്നെ ട്രെയിൻ കയറി പോകേണ്ടി വരും. ഓക്കെ, PG ഹിസ്റ്ററി എടുത്താൽ കൊണ്ടുള്ള ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഓക്കെ, അത്ര വലിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് B.Ed ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടീച്ചിങ് ലെവലിലേക്ക് പോവാം. അതുപോലെ തന്നെ ഇപ്പോൾ PhD എടുക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിലേക്ക് പോവാം. ഇതിന് പുറമെ തന്നെ നിങ്ങൾക്ക് എല്ലാ എക്സാമുകളും, ഇപ്പോൾ PG ഹിസ്റ്ററി ബേസിലുള്ള എല്ലാ അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാമുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഒരു സ്പെസിഫിക് ആയ ഒരു ഉപകാരം ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ താല്പര്യം അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് ഏരിയയിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ ലെവലിലേക്ക് പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഇതൊക്കെ PG PhD ഒക്കെ എടുത്ത് മുന്നോട്ട് പോവാം. അപ്പോൾ PG എടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കോമ്പറ്റീവ് എക്സാമുകളും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. CUTയിൽ B.Edന്റെ ഓപ്ഷൻ, M.Edന്റെ ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. B.Edന്റെ ഓപ്ഷൻ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഓക്കെ, അറിയാത്ത കാര്യം പിന്നെ ഞാൻ ഒരുപാട് ബീറ്റ് അറൗണ്ട് ദ ബുഷ് ചെയ്തിട്ട് കാര്യമില്ല, എനിക്കറിയില്ല. M.Edന്റെ ഓപ്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഓക്കെ, B.Ed ഉണ്ടാവാനാണ് സാധ്യത. യെസ് ഉണ്ട്. ഇപ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കർണാടകയിലൊക്കെ B.Ed ഉണ്ട്. CUT ബേസ് ചെയ്തിട്ടാണ് അവരും എക്സാം നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന കാര്യത്തിൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. എനിക്ക് നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ഉള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും നല്ല ഹോസ്റ്റൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒരു നല്ല യൂണിവേഴ്സിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഞാനാണെങ്കിൽ 3 സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാത്തിനെയും കമ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരുവിധം എല്ലാ സെൻട്രൽ യൂണിവേഴ്സിറ്റികളും നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റി ആണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹോസ്റ്റൽ കംപ്ലീറ്റ്ലി ഫ്രീ. DUവിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കിയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ ഹോസ്റ്റലുണ്ട്. പിന്നെ ഫുഡിന് പൈസ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ചോദ്യം?
PYQ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ സോഴ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈവൻ യൂട്യൂബും ജസ്റ്റ് നോക്കുക. അപ്പോൾ പല ആളുകളും യൂട്യൂബിൽ എക്സ്പ്ലനേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇത്തരത്തിലുള്ള ചോദ്യപേപ്പറുകൾ ആഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ യൂട്യൂബും ജസ്റ്റ് ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ല. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ തന്നെ അവിടെ ഷെയർ ചെയ്തേനെ. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. ഏകദേശം സമയം ആയിട്ടുണ്ട്. ഓക്കെ, 7:55 ആയിട്ടുണ്ട്. 8 മണിക്കാണ് സെഷൻ വൈൻഡപ്പ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ചോദ്യം? യെസ്, പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നും ഇല്ലാന്നാണ് വിശ്വസിക്കുന്നത്. ഫിദ, ഷിത വൈൻഡപ്പ് ചെയ്യാൻ. ഓക്കെ, യാ. അപ്പോൾ എല്ലാവർക്കും CUET PG ഹിസ്റ്ററിയുടെ സിലബസിനെ കുറിച്ചും അതിന്റെ എക്സാം പാറ്റേണിനെ കുറിച്ചും ഉപരിപഠന സാധ്യതകളെ കുറിച്ചും വ്യത്യസ്ത അവസരങ്ങളെ കുറിച്ചും എല്ലാം ഒരു വ്യക്തമായിട്ടുള്ള ധാരണ കിട്ടിക്കാണും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരുവിധം എല്ലാ പോയിന്റേഴ്സും നിങ്ങളുടെ ഡൗട്ട്സും എല്ലാം സർ ക്ലിയർ ചെയ്തു. ഇനി നിങ്ങൾക്ക് മുന്നിൽ ഒരു പ്രധാന കടമ്പ എന്ന് പറയാനുള്ളത് CUET PG എക്സാം ക്ലിയർ ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പൊ എന്തുകൊണ്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നുള്ള ചോദ്യത്തിന് നമുക്ക് എല്ലാവർക്കും വളരെയധികം ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ എക്സ്പോഷർ, അഫോർഡബിലിറ്റി, ഫാക്കൽറ്റി, റാങ്കിങ്, അക്കാഡമിക് എൻവയോൺമെന്റ്, അക്കാഡമിക് പ്രൊഫൈൽ എന്നിങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ ബെനിഫിറ്റുകൾ അനവധിയാണ്. ആൻഡ് മൈസെൽഫ് ആസ് എ സെൻട്രൽ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ് സാർ പറഞ്ഞ ഓരോ പോയിന്റും എനിക്ക് വൗച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇന്ത്യയുടെ ടോപ്പ് എഡ്യൂക്കേഷണൽ സ്പേസസിൽ എത്തുക എന്നത് എൻലേണിന്റെ ഒരു ബിഗ്ഗസ്റ്റ് മോട്ടീവാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു അക്കാഡമിക് ആൻഡ് കരിയർ ജേർണി ഒന്നും കൂടെ സ്മൂത്ത് ആക്കുക. നിങ്ങൾ നിങ്ങളുടെ ഡ്രീം യൂണിവേഴ്സിറ്റിയിലേക്കും അതുപോലെ തന്നെ കരിയർ പാത്തിലേക്കും എല്ലാം എത്തിക്കുക എന്നതാണ് പ്രധാനമായും ഞങ്ങളുടെ ലക്ഷ്യം. ഈ ഒരു ജേർണി കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് ടിപ്സും എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നും സിലബസിന്റെ ഡീറ്റെയിൽഡ് ഓവർവ്യൂവും എല്ലാം സർ വളരെ മനോഹരമായിട്ട് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും വലിയ നന്ദി പറയേണ്ടത് നമ്മുടെ ഷഹീൽ സാറിനോടാണ്. അദ്ദേഹത്തിന്റെ ജേർണിയും അനുഭവങ്ങളും ക്ലിയർ ഗൈഡൻസും എല്ലാം നമ്മളോട് ഷെയർ ചെയ്ത് CUET ഹിസ്റ്ററി PG ക്രാക്ക് ചെയ്യാനുള്ള ഫുൾ കോൺഫിഡൻസ് തന്നാണ് സാർ ഈ സെഷൻ എൻഡ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് സർ. ഇപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ സെഷനോടെ മാത്രം ഇവിടെ തീരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ പ്രിപ്പറേഷൻ ജേർണിയിലും ഫുൾ സപ്പോർട്ടും ഗൈഡൻസും ആയിട്ട് ക്ലാസ്സസിലൂടെയും നോട്ട്സ് ആയിട്ടും മോക്ക് ടെസ്റ്റ് സീരീസിലൂടെയും എല്ലാം ഫുൾ സപ്പോർട്ടായിട്ട് ഈ ഒരു ജേർണിയിലുടനീളം എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ നെക്സ്റ്റ് ഒരു ഇൻഫോർമേറ്റീവ് സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ഫോർ ജോയിനിങ് അസ്. ഇതോടെ ഈ മീറ്റിംഗ് എൻഡ് ചെയ്യുകയാണ്. ഈ ഓറിയന്റേഷൻ സെഷന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരോടും എൻലേണിന്റെ ബിഹാഫിൽ നന്ദി രേഖപ്പെടുത്തുന്നു. Thank you guys.